ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നോക്കി നിൽക്കെ നമ്മുടെ പാറക്കുട്ടന് 1 വയസ്സായി. അവളുടെ 1ാം പിറന്നാളായിരുന്നു ഫെബ്രുവരി 9. അവളുടെ നാള് വിശാഖം നക്ഷത്രമാണ്. ഗണം നോക്കുമ്പോൾ അസുരഗണമാണ്. സോഫാർ ഗണത്തിനോട് ചേർന്ന് വെക്കുന്ന സ്വഭാവവും കുറുമ്പും ഒക്കെ തന്നെയാണ് പെണ്ണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേസ് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിഷ്ണു ചേട്ടനും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്തിന് അരുൾ വന്നു. അന്ന് ജിഷ്ണു ചേട്ടൻ കുറച്ച് സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജിഷ്ണു ചേട്ടൻ പിറന്നാളിന് ലീവല്ല, വർക്ക് ഫ്രം ഹോം എടുത്ത് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിളക്കത്ത് ഗണപതിക്ക് സദ്യ കൊടുക്കുന്ന വിഷ്വൽസാണ് നിങ്ങളീ കാണുന്നത്. എല്ലാ ഐറ്റംസും സദ്യയുടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മേജറായിട്ടുള്ളൊരു സാമ്പാർ, അവിയൽ, തോരൻ, സ്റ്റൂ, മാമ്പഴ പുളിശ്ശേരി, പിന്നെന്താ പരിപ്പ്, ഇത്രയും സാധനങ്ങളുണ്ട്. മധുരവും എരിവും ഒന്നും ചക്കു കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കാരണം ചോറും പരിപ്പും ലേശം കാളനും അവൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പെണ്ണിന് ആദ്യമൊക്കെ കാളൻ പുളിച്ചിട്ടാന്ന് ബ്ലേ ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പിന്നെ പച്ചച്ചോറ് അവൾക്ക് ഇഷ്ടമാണ് ഓൾറെഡി, അതുകൊണ്ട് അത് കൊടുക്കാൻ നേരത്തെ പുള്ളി കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓണായി. തന്നെ ഇലയിൽ കൈയിട്ട് വാരി ചോറ് വരുന്നു, കാളൻ വരുന്നു, പരിപ്പെടുത്ത് കഴിക്കുന്നു. അതിനകത്ത് കാളൻ്റെ മാത്രം അംശങ്ങൾ വായ ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്ക് പുളിച്ചിട്ട് പുള്ളി പുളു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും പുള്ളി തരും. അതാണ് ഇപ്പോഴത്തെ ഒരു പുള്ളിയുടെ പരിപാടി. ഇതാണ്, അതായത് അവളുടെ ആ ഒരു ഇനീഷ്യൽ വിശപ്പ് അങ്ങ് സെറ്റിലായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ ആ വയസ്സിലെ ആൾ സെറ്റിലായിക്കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ഫുഡൊക്കെ ഷെയർ ചെയ്യും. ആരാണോ അടുത്തിരിക്കുന്നത് അവർക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കും. ഇനി ടേസ്റ്റ് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ലാത്ത ഫുഡാണെങ്കിലോ നമ്മളെ പിടിപ്പിക്കും. എന്നാ കഴിച്ചോ എന്ന് അമ്മേ അച്ഛേ എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് തീറ്റിക്കലാണ് ഇവളുടെ മെയിൻ പരിപാടി. പിന്നെ എന്താ, അവളുടെ പ്രീലഞ്ച് എപ്പോഴും ഒരു വാട്ടി തൈരാണ്. അപ്പം ഇത്തിരി അവളുടെ ആഹാരം സദ്യ അകത്ത് ആക്കി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് നോർമലി കൊടുക്കുന്ന തൈര് ഞാൻ കൊടുത്തു. പിന്നെ ആ ഇല അങ്ങ് കാട്ടിലെ കണ്ണനെ പോലെ മേയാൻ പാറുവിന് വിട്ടുകൊടുത്തു. സ്പൂണിട്ട് പരിപ്പെടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു ഒക്കെ തന്നെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് അവളെ ഉറക്കി കഴിഞ്ഞ് ഞങ്ങൾ സദ്യ ഉണ്ണാനിരുന്നു. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വന്നപ്പോൾ കുറച്ച് ചന്ദ്രക്കാരൻ മാമ്പഴം കൊണ്ടുവന്നായിരുന്നു. അപ്പം അത് വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. അവർ തന്നെ പപ്പടവും കൊണ്ടുവന്നിരുന്നു. അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്.